പ്രകടന പത്രികകൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെന്ന്. നിങ്ങൾ പ്രകടന പത്രികയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം നടപ്പാക്കിയത്. കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാന്റെ മൊത്തം സ്വത്ത് അടിച്ചു മാറ്റി. നിങ്ങൾ അതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നമ്മളെ വിശ്വാസത്തെ താറടിച്ച് കാണിച്ച് കോടികളുണ്ടാക്കിയ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാക്കൾ വാസു, പത്മകുമാർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എപ്പോഴും വികസനം എന്ന് പറയും. നമുക്ക് സിറ്റിയിലോട്ട് ഇറങ്ങി നോക്കിയാൽ അറിയാം വികസനം എന്താണെന്ന്. അതിൻ്റെ ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാം. സുരേഷ് കുമാർ, താങ്കൾ ഉദ്ദേശിച്ച ശബരിമലയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുകയാണ്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കർണാടകത്തിൽ വ്യാവസായിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഭൂമി വാങ്ങിയിട്ട് അത് കുത്തകകൾക്ക് എഴുതി കൊടുത്ത് 500 കോടി രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്. 500 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ആ അഴിമതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോട്ടെ ഇനി അതാണ് ഈ ചർച്ചയുടെ ഒരു പ്രശ്നം. ഇതാണ് തങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ചോദിച്ചത് തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. അല്ലല്ല, ശബരിമലയെ സംബന്ധിച്ച് ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? 500 കോടി രൂപ അടിച്ചു മാറ്റിയ ആളാണ് ഇവിടെ BJP. എന്റെ അവസരമല്ലേ? നിങ്ങൾ ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, നിങ്ങൾ ശബരിമലയെ കുറിച്ച് പറയുമ്പോ ഞാൻ കർണാടകയിലെ ഭൂമി അഴിമതിയെ കുറിച്ച് പറയും. നിങ്ങൾ സഹകരണ ബാങ്കിനെ കുറിച്ച് പറയുമ്പോ ഞാൻ BJPയുടെ സംഘടനാ സെക്രട്ടറി 48 ലക്ഷം അടിച്ചു മാറ്റിയ പെരിങ്ങമല ബാങ്കിനെ കുറിച്ച് പറയും. ഇതൊക്കെ കേട്ടിരിക്കാൻ സഹിഷ്ണുത ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ എനിക്കും പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുമ്പം നന്ദുവിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ ശബരിമലയെ കുറിച്ച് പറയുമ്പോ ഞാൻ കർണാടക ഭൂമി അഴിമതിയെ കുറിച്ച് പറയും. നിങ്ങൾ കണ്ടല ബാങ്കിനെ കുറിച്ചോ കരിവള്ളൂരിനെ കുറിച്ചോ പറയുമ്പോൾ ഞാൻ പെരിങ്ങമലയിൽ നിങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നടത്തിയ 48 ലക്ഷം രൂപയുടെ അഴിമതിയെ കുറിച്ച് ഞാൻ പറയും. ഇതെല്ലാം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? അതല്ലാതെ ഇപ്പൊ പട്ടിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, തെരുവ് നായയെ കുറിച്ചാണ് ചർച്ച ചെയ്യണമെങ്കിൽ, ആ തെരുവ് നായയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മേനകാ ഗാന്ധി കൊടുത്ത കേസിനെ സംബന്ധിച്ച് BJP നേതാവായിട്ടുള്ള മേനകാ ഗാന്ധി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. അത് പറഞ്ഞാലേ പൂർണ്ണതയിലെത്തുള്ളൂ. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ചെന്നകപ്പെട്ടിരിക്കുന്ന ഒരു മൂല്യച്യുതി ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ദൃശ്യമാധ്യമങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്കൂട്ടവും പൂന്തോട്ടവും ഒക്കെ അകത്തായോ പുറത്താണോ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം മൂല്യച്യുതിയോടുകൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നത് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ്. നിങ്ങൾ നോക്കൂ, വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ അവിടെ ആ പ്രകൃതിക്ഷോഭത്തിന് ഇരയായിട്ടുള്ള പാവങ്ങളുടെ പേരിൽ പിടിച്ച 11 കോടി 20 ലക്ഷം രൂപ വീട് വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഒരു വീട് വെച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ പണത്തിലാണ് ഈ മാന്യന്മാർ ഈ വേലത്തരം അത്ര ഈ സമൂഹത്തിനകത്ത് കാണിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ പെൻഷനിൽ കുറവുണ്ടായിരിക്കാം, മറ്റ് പല വികസന പ്രവർത്തനങ്ങളിലും കുറവുണ്ടായിരിക്കാം. ആ കുറവ് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ആ ഉണ്ടായ കൂടുതലുകളെ സംബന്ധിച്ച് നിങ്ങൾ അംഗീകരിക്കുമോ? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു, എന്തെല്ലാം അതേ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞല്ലോ ആദ്യം തെരഞ്ഞെടുപ്പ് പത്രിക പല വാഗ്ദാനങ്ങളും സൈക്കിൾ എവിടെ, ലാപ്ടോപ്പ് എവിടെ, മൊബൈൽ ഫോൺ എവിടെ? ഞാൻ പറയട്ടെ, കഴിഞ്ഞ 9.5 വർഷമായി അധികാരത്തിൽ പിറകിലായി പോയ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇത്തരത്തിലുള്ള പരിഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 11 കോടി 20 ലക്ഷം രൂപ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തു. ആ പണത്തെ സംബന്ധിച്ച് ഒരു വാക്കുരിയാടാൻ നന്ദുവിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തേ കഴിയാത്തത്? അതാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊരുത്തപ്പെടൽ, സമരസപ്പെടൽ. നീയും ഞാനും നമ്മൾ തമ്മിൽ പരസ്പരം പറയൂല. നമുക്ക് രണ്ടുപേർക്കും കൂടി LDFനെ അറ്റാക്ക് ചെയ്യാം. പുറത്തുനിന്ന് കിട്ടുന്ന ആഡിയൻസിന്റെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ ചർച്ച വിജയിക്കുമെന്നാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, വരുന്ന 13-ാം തീയതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇതിനേക്കാൾ ശോഭയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ തെളിമയാർന്ന് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. UDF ഇല്ല, ചിത്രത്തിലില്ല, BJP ഇല്ല. BJP ഇപ്പോഴേ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. BJP പറഞ്ഞല്ലോ
ചോദിച്ചല്ലോ അരി എത്രയെന്ന് കേൾക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് നന്ദുവിൻ്റെ മറുപടി. ഞാൻ പറഞ്ഞത് 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ കുറിപ്പുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. BJP-യുടെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? ഞങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ, തിരുമല അനിലിന് ബന്ധമില്ലേ? MS കുമാർ നവമാധ്യമത്തിൽ കുറിച്ചു, ഞാനും തിരുമല അനിലിൻ്റെ വഴിയിലെയാണ്, ഞാനും ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇയാൾക്ക് BJP-യുമായി ബന്ധമില്ല, സംസ്ഥാന സംഘടന ജനറൽ സെക്രട്ടറി ആയിരുന്നതാണ്. 3 ദിവസം മുമ്പേ തലയിൽ മുണ്ടിട്ട് MS കുമാറിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ്. ഇത്രയും നാണം കെട്ട, ഇത്രയും ഗതികെട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങളെ പറ്റിക്കുന്ന. ശരി ശരി ശരി, ഓക്കെ നന്ദു. എന്നോട് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് ചോദിച്ച ചോദ്യം തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വലിയ വായിൽ വീമ്പ് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ലാത്ത നേരത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞില്ലേ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞത് ചേട്ടനാണ്. ശബരിമലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വാക്കിൽ മറുപടി പറയാനില്ലാത്തത് എന്തിനെ കുറിച്ചും അതുകൊണ്ട് BJP-യുടെ പ്രതിനിധിയുടെ നെഞ്ചിലേക്കല്ല കയറേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ചർച്ച ഇവിടെ അടുത്തല്ലോ. അദ്ദേഹത്തിന്റെ ആവശ്യം നിയമവും ചർച്ച ചെയ്യാം, പെരിങ്ങമലയും ചർച്ച ചെയ്യാം, എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ചർച്ചയിൽ ഒരു വിഷയവും കാതലായ വിഷയങ്ങൾ വരരുത്. കാതലായ ഒരു വിഷയത്തിലേക്കും BJP പോകരുത്. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ. അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞതാ. അതിൽ അദ്ദേഹത്തിന് തൃപ്തിപ്പെടാത്തതിന്റെ കാരണം നമ്മളെ അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകണം. നമ്മൾ അതിലേക്ക് പോകാനല്ല നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലം CPM പയറ്റിയിട്ടുള്ള ഈ തന്ത്രത്തിലേക്ക് പോകാൻ BJP തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ സുവ്യക്തമായി പറയുക. നിങ്ങൾ വലിക്കുന്ന ചരടിലേക്ക് ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഈ നാട്ടിൽ വികസനം ചർച്ച ചെയ്യിപ്പിക്കും. ഞങ്ങൾ ഈ നാട്ടിൽ നിങ്ങളുടെ കെടുകാര്യസ്ഥത ചർച്ച ചെയ്യിപ്പിക്കും. 45 വർഷക്കാലം ഈ നാടിനെ പറഞ്ഞു പറ്റിച്ച ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ ഈ നാട്ടിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ അസഹിഷ്ണുതയിൽ ഇങ്ങനെ വെന്തുരുകിയിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചല്ലോ, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശം ഞാൻ ചോദിച്ചല്ലോ, തെളിവുണ്ടോ? തെളിവില്ല. ഈ ഉന്നയിച്ച ചാനൽ ഉൾപ്പെടെ ആ പറഞ്ഞ ചോദ്യം അദ്ദേഹത്തിന്റെ ഒറ്റ വാർത്താ സമ്മേളനത്തിൽ മടക്കി കെട്ടി പോക്കറ്റിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ആ പാർട്ടിയാണ്, ആ ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എത്ര നിലവാരമാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ആ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് മനസ്സിലായല്ലോ. താങ്കളെ കുറിച്ച് വ്യക്തിപരമായല്ല താങ്കൾ കേട്ടില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായല്ല ഇനി ഞാൻ വ്യക്തിപരമായല്ലോ പറഞ്ഞത്. ഞാൻ വ്യക്തിപരമായി താങ്കളെ കുറിച്ചല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ താങ്കൾ എടുക്കുന്ന വിഷയത്തിലെ നിലവാരത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് മാത്രമേ വിഷയത്തിലെ നിലവാരത്തെ കുറിച്ചാണ് സംബന്ധിച്ച് പറയാൻ പാടില്ല. നിഷ്കർഷ മുന്നോട്ട് വെച്ചാൽ നേരത്തെ താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ആ മാന്യത താങ്കൾ കാട്ടില്ലേ? അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു പ്രാവശ്യം ഇടപെട്ടു, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം നിർത്തണം. ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന് ഇവിടെ ശബരിമല ചർച്ച ചെയ്യിപ്പിക്കരുത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്ത ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ CPM-ന് എന്ത് നിലപാടാണ്. CPM-ന്റെ കോന്നി MLA ആയിരുന്ന ആളല്ലേ പത്മകുമാർ? തള്ളിപ്പറയാനുണ്ടോ? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നേതാവായിരുന്നില്ലേ ഈ പറയുന്ന പത്മകുമാർ? കേന്ദ്രമന്ത്രി ആയിരുന്നില്ലേ രാജീവ് ചന്ദ്രശേഖർ? അയ്യോ പറഞ്ഞോട്ടെ. ഇങ്ങനെ പേടിക്കാതെ CPM എന്തിനാ ഭയക്കുന്നത്? ചോദ്യങ്ങളോട് എന്തിനാ അസഹിഷ്ണുത? നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം, അസഹിഷ്ണുതപ്പെടാതെ ഇങ്ങനെ പേടിക്കാതെ, ഇങ്ങനെ CPM പേടിക്കാതെ ചോദ്യങ്ങളെ നിങ്ങൾ പേടിക്കാതെ ചോദ്യങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ചോദ്യങ്ങൾ എന്തിനാ CPM എന്തിനാ ചോദ്യങ്ങളെ പേടിക്കുന്നത്? ഇവിടെ വിഷയം ഇതാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ആളിന് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ ആളിനോട് മോശമായി സംസാരിക്കുന്നു. ഇതൊരു ശൈലിയാണ്, ഇതൊരു നയമാണ്. നിങ്ങൾ തിരുത്തിയില്ല കേരളത്തിൽ
മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് എന്റെ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് താങ്കളുടെ വികാരം എന്റെ ഏറെ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് ഞങ്ങളുടെ അവസ്ഥ ഓർത്ത് ഭയപ്പെടേണ്ട. എങ്ങനെയാണോ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾ ഒലിച്ചു പോയത്, അതുപോലെ CPM കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ജേർണലിസ്റ്റ് വിഷമിച്ചാൽ മതി. ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള രാഷ്ട്രീയ ഞങ്ങൾ കേരളത്തിൽ SDPI-യുടെ മുന്നിൽ പോയി മുട്ടിലെഴുതിട്ട് അവിടെ നിന്ന് കിട്ടിയ അപ്പത്തിന്റെ കഷ്ടത്തെ ഓർത്ത് ഇങ്ങനെ സന്തോഷപ്പെടല്ലേ, ഇങ്ങനെ സന്തോഷപ്പെടല്ലേ? SDPI-കാരന്റെ ഫ്രണ്ടില് മുട്ടിൽ നിന്നിട്ട് പരസ്യമായി പറഞ്ഞല്ലോ CPM-ന്റെ ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞോട്ടെ. ഒരുപാട് ചോദ്യങ്ങൾ CPM-ന്റെ നേതാവിന്റെ മുഖത്ത് നോക്കിയാണ്, ഇവരുടെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിയാണ് SDPI-കാരൻ പറഞ്ഞത് ഞങ്ങളുടെ ഭിക്ഷയാണ് നേമത്ത് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയുടെ വിജയം. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇനി പറഞ്ഞോട്ടെ, ഇങ്ങനെ പേടിക്കാതെ അല്ല പേടിക്കാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോ പേടിക്കുന്നില്ല. അങ്ങനെ പരസ്പരം വെല്ലുവിളി വേണ്ട. നമുക്ക് ഓഡിയൻസ് ഉണ്ട്. ചേട്ടന്റെ അവസരം തിരുവനന്തപുരത്ത് ഞങ്ങൾ റൈസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. ഇനി ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഈ നാട്ടിൽ നമ്മുടെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്നതിലും പലരും മുതിർന്ന പൗരന്മാരാ. ആ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ലഭിച്ച ന്യായമായ പൗരാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള വയോവന്ദന യോജന എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഒപ്പിടാത്തത്? ആ ചോദ്യത്തിന് ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിന് മറുപടി ഉണ്ടോ? അപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ജൽജീവൻ മിഷൻ 4800 കോടി രൂപ ഇവിടുത്തെ കരാറുകാരന് കൊടുക്കാത്തത് കൊണ്ട് ജൽജീവൻ മിഷൻ ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇവിടെ ഓരോ പദ്ധതികൾ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിരവധിയായ പദ്ധതികൾ. ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ച് ഇദ്ദേഹം അഭിമാനം കൊണ്ടല്ലോ. ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ച് ആരാണ് ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതി ആദ്യമായി കേരളത്തിലേക്ക് വരുമ്പോ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുന്ന ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത പാർട്ടിയാണ് CPIM. അല്ലെന്ന് പറയാനുണ്ടോ? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പറയുമ്പോഴേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നുണ്ടോ? ആ രാജീവ് അവിടെ സമരസമിതിയുടെ സമരത്തിന് ചെന്ന് നിന്നിട്ട് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്. ഭൂമിക്കടിയിലൂടെ ബോംബ് കൊണ്ടുപോകാനുള്ള ഒരു സർക്കാർ നീക്കത്തെ ഞങ്ങൾ നടപ്പിലാക്കില്ല. ആ പറഞ്ഞവൻ നേരത്തെ രാജ്മോഹന്റെ ഭാഷ കടയമെടുത്തു കഴിഞ്ഞാൽ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് പറയുന്നത് പോലെ ഇന്നലെ പറഞ്ഞതിനെയൊക്കെ ഇന്ന് മാറ്റി പറയേണ്ട സാഹചര്യത്തിലേക്ക് CPIM എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ്. അപ്പൊ ഈ ജാള്യത മറച്ചു വെക്കാനാണ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം വേണ്ട പ്ലീസ്. എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഒരു മിനിറ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് വലതുപക്ഷത്ത് നിൽക്കുന്ന ഈ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷം. ഈ ശബരിമല വിഷയം നടക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷത്തിന് എന്തായിരുന്നു റോൾ? നിയമസഭ കൂടുന്ന സമയത്ത് കൃത്യമായ വിഷയം പോലും ഉന്നയിക്കാതെ ഇവർ നടത്തിയിട്ടുള്ള കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കോൺഗ്രസ് അതിന് പുറത്തേക്ക് നിയമസഭ തീർന്നതിന് ശേഷം പുറത്തേക്ക് വന്ന് സമരം ചെയ്യുക. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ ഇവരുടെ സ്ത്രീപക്ഷ നിലപാട് അത് ചർച്ച ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നിയമം. കാരണം എന്താ അറിയാമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പലിന്റെയും ഒരു ദല്ലാളനെയാണ് ഇവിടെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം കൊടുത്ത് ഇവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് തന്നെ പറയണോന്നേ, ഇത് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പറയും.
അപ്പോൾ അങ്ങനെയുള്ള ദല്ലാളന്മാർക്കും ഏജന്റുമാർക്കും സീറ്റ് കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ കൃത്യമായി തെരുവോരങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ സാധാരണക്കാരുടെ വീടുകളിൽ ചെന്നിരുന്ന് വികസിത കേരളത്തെയും വികസിത അനന്തപുരിയെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ വോട്ട് ഞങ്ങൾ വാങ്ങും. ഞങ്ങൾ അവരുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ഈ നഗരസഭയും അതുപോലെ തന്നെ ഒട്ടേറെ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും